കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഏകാശിയുടെ വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അതുപോലെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണയിൽ സംഗീതാർച്ചന നടക്കുകയാണ്. നിത്യവും വിളക്കുകൾ നടക്കണു. വളരെ മനോഹരമായ സമയമാണ്. ധാരാളം കാഴ്ചകളുണ്ട്. ഉത്സവം പോലെ തന്നെയാണ്. അതിമനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാണാനായിരിക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിങ്ങനെ വരാം. അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരിക. അവിടെ വന്ന് ഗണേശനെ ഒന്ന് കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ അതിനെ വരുമ്പോൾ നമുക്കിങ്ങനെ കാണാം, കേൾക്കാം. അതായത് പഞ്ചരത്ന കീർത്തനാലാപമൊക്കെ ആയിട്ടിങ്ങനെ കേൾക്കാം. വളരെ മനോഹരമായ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ കൊടിമരത്തിൻ്റെ അതായത് കിഴക്കേ നടയിലെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വന്ന് ആദ്യം നമുക്ക് കാണാം കൊടിമരത്തെ അലങ്കരിച്ച് ഇങ്ങനെ കാണാം. അതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അത് കഴിഞ്ഞ് മുകളിലേക്ക് അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ നോക്കിയാൽ ലക്ഷ്മി ദേവീനെയൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ വശത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മേൽപ്പത്തൂരിൻ്റെ പീഠവും വിളക്കൊക്കെ കാണാം. അതേപോലെ വലത്തേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കി നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് തൊഴാം. പിന്നെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് അതിമനോഹരമായ കാഴ്ച കേട്ടോ. ധാരാളം വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ കാണുന്നു. പിന്നെ ഭഗവാന്റെ മേലൊക്കെ ഉള്ള ചാർത്തിയ സ്വർണത്തിൻ്റെയൊക്കെ തിളക്കമായിരിക്കാം, നല്ല തിളക്കം. അങ്ങനെ നോക്കി വരുമ്പോൾ നമുക്കിന്ന് കാണാൻ പറ്റുന്നത് കാൽത്തളകൾ കാണാണ്ട്, കാൽപാദം ഇങ്ങനെ കാണാണ്ട്. അതെങ്ങനെ വെച്ചാൽ മുട്ട് കുത്തിയിട്ടാണ്. ഒരു ചെറിയ ഉണ്ണി മുട്ട് കുത്തിയിട്ട് പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇടത്തെ കൈ ഇങ്ങനെ ഒരു കുടമുണ്ട്, ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, കളഭം കൊണ്ട്. അതിൽ വെണ്ണക്കണ്ണനാട്ടോ. വെണ്ണ നിറച്ചുണ്ട്. വെണ്ണ ഇങ്ങനെ തുളുമ്പി പോണു. അതിങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ചാർത്തി പിടിച്ചിട്ടുണ്ട്. ആ മുട്ട് കുത്തി ഇങ്ങനെ നിൽക്കണു. എന്നിട്ട് ആ വലത്തെ കൈ കൊണ്ട് ആ വെണ്ണ വാരി വാരി കഴിക്കണു കേട്ടോ. ആർക്കാ വേണ്ടിച്ചാൽ തരും. ആ വെണ്ണക്കണ്ണൻ, ആ കുസൃതി കണ്ണൻ എന്ത് രസമാണെന്നറിയോ. ആ ചെറിയ ഉണ്ണിയാണ്. ആ പാത്രത്തിൽ നിന്ന് ഇത്ര ചെറുപ്പത്തിൽ തന്നെ അത് ആ വെണ്ണ കഴിക്കുന്ന, ആ വെണ്ണ എന്താ പറയുക, കട്ട് കഴിക്കുക എന്നൊക്കെ പറയില്ലേ, അതുതന്നെയാണ്. അമ്മ എവിടെയോ എടുത്ത് വെച്ചതൊക്കെ പതുക്കെ അവിടെ തോണ്ടി ചെന്നിട്ട് അതിങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. ആരും കാണണ്ടോയെന്ന് ഇടയ്ക്ക് ഒരു കള്ളനോട്ടമുണ്ട്. അമ്മ വരുന്നുണ്ടോ, മറ്റാരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ആ ഒരു കള്ളനോട്ടത്തിലാണിങ്ങനെ നോക്കിയിട്ടാണ് ആ പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് വെണ്ണാണ് കണ്ടപ്പോഴേ എന്തൊരു ചിരിയാണെന്നറിയാം. മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കൂ, എന്ത് രസമാണ്. നല്ല രസമായിട്ടാണ്. കാരണം ആ ചിരി കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ ആരെങ്കിലും അതെടുക്കല്ലേ ഉണ്ണീന്ന് പറയില്ല ഒരിക്കലും. അങ്ങനെ പറഞ്ഞു വെച്ചാൽ തന്നെ ആ മുഖത്തേക്ക് നോക്കിയാൽ പിന്നെ ഉണ്ണി കഴിച്ചോട്ടേ എന്ന് വെക്കുള്ളൂ. ആ ഒരു ചിരിയാട്ടോ. അങ്ങനെ നോക്കി വരുമ്പോൾ ആ കൈ എന്താ പറയുക, വായിലൊക്കെ ഇങ്ങനെ ആ വെണ്ണ ആക്കിയിട്ട് ഇങ്ങനെ വെണ്ണയാണ് ഒറ്റ വീഴാ. ആ ഇതിൽ നിന്ന് തന്നെ വീഴുന്നു. ആ കലത്തുനിന്ന് തന്നെ വെണ്ണ കലത്തുനിന്ന് തന്നെ ചാടി വീഴുന്നു. അതേപോലെ കയ്യിലും ഒക്കെ മേലൊക്കെ വെച്ച് തേക്കുന്ന പോലെ തന്നെയാണ്. ആ നന്നായിട്ട് കഴിക്കുകയാണ്. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തിരുമുടിമാല ഉണ്ട്. പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. അത് പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ നല്ല പൊന്നിൻ്റെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കഴുത്തിലും എങ്ങനെയാ വെച്ചാൽ 2 ഗോപീതിലകം അപ്പുറം വെച്ചിട്ടുണ്ട്. പിന്നെ വളയം പോലത്തെ മാല, പതക്കം പോലത്തെ മാല, അങ്ങനെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, പീലി തിരുമുടി 2 ചാർത്തിയിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. വെളുത്ത പൂവിന് തന്നെയാണ് പ്രാധാന്യം. അതേപോലെ ഉണ്ടമാല ഉണ്ട്. ഉണ്ടമാല നമ്മളെ നല്ല വലുപ്പത്തിലുള്ള നല്ല തിക്കായിട്ടുണ്ട്. അത് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി, അങ്ങനെ 3 കൂടിയും ചേർന്നതാണ്. തുളസിക്കും വെളുത്ത പൂവിന് തന്നെയാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ ആ പൊന്നുണ്ണിക്കണ്ണനെ കാണുകയാണ്. ആ സോപാനപ്പടിയിൽ നിന്നിട്ട് എന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. എല്ലാവരും വന്ന് കണ്ടോളൂ. അത്രയ്ക്ക് നിറച്ച് വെണ്ണ ഉണ്ട്. ആർക്കൊക്കെ വേണ്ടിച്ചാൽ ഒക്കെ ചോദിച്ചോളൂ കേട്ടോ. ഒക്കെ തന്നോളും. അത്രയ്ക്ക് മാത്രം ഉണ്ടേ.
ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണേ, എന്നാലും നമ്മൾ ചോദിച്ചാൽ തരും. ആ ഭക്തിയുടെ മുന്നിൽ, ഭക്തൻ്റെ മുന്നിൽ എപ്പോഴും പ്രസാദിക്കുന്ന ആ ഉണ്ണിയാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ചോദിച്ചാൽ തരും കേട്ടോ. നമ്മുടെ വിഷമങ്ങളൊക്കെ അവിടെ പറയുക, നമുക്ക് വാങ്ങാനുള്ളതൊക്കെ വാങ്ങിയിട്ട് പോവാം കേട്ടോ. അങ്ങനെ അവിടെ തൊഴുത് ഇറങ്ങി നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം, പിന്നെ തെടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ അലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്, തിരക്കില്ലായൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ എന്നും തിരക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്, ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ വലിയ മാലകൾ, കാശിമാല ചാർത്തിയിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്, പൂക്കളുടെ മാലകളുണ്ട്, അർച്ചനപ്പൂക്കളുണ്ട്. എല്ലാം കൂടി നല്ല രസമായിട്ടുണ്ട് ഗണേശനെ കാണാൻ തന്നെ. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. അതിൻ്റെ മുകളിലും വെളുത്ത പൂവായിട്ടുള്ള മാല ഉണ്ട്, കടാവിളക്ക് കത്തണമുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് ആനന്ദശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വന്ന് തൊഴുത് ആ കാൽക്കൽ വന്ന് തൊഴുത് നമുക്കിങ്ങനെ പോരാം. അവിടെയും ധാരാളം പൂക്കളുണ്ട് കേട്ടോ, മാലകളായിട്ട് വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഉഗ്രാരൂപിയായ നരസിംഹത്തെ ഇങ്ങനെ കാണാം, അത് കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടിങ്ങനെ തൊഴുത് ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു തുളസിമാല മാത്രമുണ്ട്. അതേപോലെ മുരുകന് കുറച്ച് ഭസ്മം ചാർത്തിയിട്ടുണ്ട്. ഹനുമാൻ സ്വാമിക്കിന്ന് 2 തുളസി വെറ്റില മാലകൾ കാണാനുണ്ട്. അതേപോലെ കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ആ പടിഞ്ഞാറ് സൈഡിലുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം നേരെ കിഴക്ക് വശത്തെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കൊടിമരം കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ആ മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ കാണുന്നത് കുറൂരമ്മയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വാസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരകത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ വരാം. ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ അന്ന് നല്ല തിരക്കുണ്ട്. അങ്ങനെ വന്ന് നോക്കിയാൽ നമുക്ക് കാണാനുള്ളത് മുഖത്തൊക്കെ നന്നായിട്ട് കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ചാർത്ത്, വലിയ കണ്ണങ്ങനെ ആക്കി എഴുതിയിട്ടുണ്ട്. അതേപോലെ വലിയ വട്ടത്തിലുള്ള പൊട്ട്, ചുവന്ന പൊട്ട് തൊട്ടിട്ടുണ്ട്. ഒരു ചുവന്ന വട്ടെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. ചുവന്ന മാലകളാണ് കൂടുതലുള്ളത്. താമരമാലയുണ്ട്. താമരപ്പൂക്കൾ കൊണ്ടൊക്കെ അർച്ചനയായിട്ടുണ്ട്. നന്നായിട്ടുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, അമ്മേനെ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അവിടെ തൊഴുത് നമ്മളിങ്ങനെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് കുറച്ചിങ്ങോട്ട് പോകുന്ന കോർണറിലെത്തിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയോ. അതിന് ശേഷം നമ്മളിങ്ങനെ വന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം.
അതിനുശേഷം നമ്മൾ കൂത്തമ്പലത്തിലും അവിടെ വന്ന് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെയൊക്കെ പിന്നെ പറയാനില്ല, തിരക്ക് തന്നെയാണ് കേട്ടോ. അയ്യപ്പന്മാർ ധാരാളമുണ്ട്. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. ബാക്കി മേൽഭാഗത്തൊന്നും അധികമില്ല. പിന്നെ പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, അരയിലൊരു ചുവന്ന പട്ട് ചുറ്റിയിട്ടുണ്ട്. പിന്നെ സ്വർണത്തിൻ്റെ മാലകളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് ആ രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ വന്നിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കണ്ണൻ്റെ വിഗ്രഹം കണ്ടു തൊഴാം. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. പിന്നെ തെക്കേ നടയിൽ വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. കൂവളത്തറയനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളെ മിനിമോളുടെ മകളുടെ ഭർത്താവിൻ്റെ ത്വക്ക് രോഗം മാറാനും അതേപോലെ മോൻ്റെ ചെവിയുടെ അസുഖം മാറാനൊക്കെ അതേപോലെ അവരുടെ മുട്ടുവേദന മാറ്റിക്കൊടുക്കാനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതേപോലെ വസന്തയുടെ കടം തീരാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്, വളരെ വലിയ വിഷമത്തിലാണെന്ന് പറഞ്ഞു. അതേപോലെ പിന്നെ പത്മത്തിൻ്റെ വായിലെ തുണ്ണിൻ്റെ ഞരമ്പിൻ്റെ വേദന മാറ്റി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സരളാചന്ദ്രൻ്റെ ചെറിയ മോളുടെ ഭർത്താവിൻ്റെ മനസ്സിലെ ദുഷ്ടചിന്തകളൊക്കെ മാറ്റിയിട്ട് നല്ലത് വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ രോഗശാന്തി വരുത്താൻ വേണ്ടിയിട്ടുണ്ട് ബിന്ദു ഗോപിയുടെ. അതുപോലെ ആതിര അനീഴം വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ടെന്നാണ് പറയണത്. അങ്ങനെ എല്ലാവരും നമ്മളോട് പറഞ്ഞവരും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.